പാർട്ടി ഒപ്പമുണ്ടോ എന്ന ചോദ്യത്തിന് പ്രേക്ഷകർക്കെല്ലാം അറിയാവുന്നതുപോലെ തന്നെ പാർട്ടി ഇപ്പോഴും ഒപ്പമുണ്ട്, മുകേഷ് MLA ഒപ്പമാണ് എന്നത് തന്നെയാണ്. ഇപ്പോൾ ഇടതുപക്ഷത്തിൽ CPI പോലും അവരുടെ ശബ്ദം നേർപ്പിക്കുന്നു. ഇടതു മുന്നണി തന്നെ ഇപ്പോൾ MLAക്കൊപ്പമുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്നാൽ അതേസമയം ഈ ചർച്ചകളിൽ എനിക്കൊരു സന്ദേഹമുള്ളത്, നമ്മൾ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടും അതിന്മേലുള്ള വെളിപ്പെടുത്തലുകളും ചർച്ച ചെയ്യുമ്പോൾ മുകേഷ് MLA രാജിയിലേക്ക് കാര്യങ്ങൾ ചുരുങ്ങുന്നുണ്ടോ എന്ന് ഞാൻ ഭയപ്പെടുന്നുണ്ട്. കാരണം ഇത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഉയർത്തിവിട്ടിരിക്കുന്ന വിശാലമായ ഒരു സ്ത്രീപക്ഷ രാഷ്ട്രീയത്തിൻ്റെ സാധ്യതയെ ഒരു MLA രാജിയിലേക്ക് ചുരുക്കുകയാണോ നമ്മളടക്കം ചെയ്യുന്നത് എന്ന ആത്മവിമർശനം എനിക്കുണ്ട്. തീർച്ചയായും ഒരു ഭരിക്കുന്ന പാർട്ടിയുടെ MLA ഇതേപോലെയുള്ള ലൈംഗികാരോപണങ്ങളിൽ പെടുമ്പോൾ രാജിവെക്കണോ വേണ്ടതോ എന്നുള്ളൊരു വലിയ ചോദ്യം നമ്മുടെ മുന്നിലുണ്ട്. ധാർമ്മികമായി രാജിവെക്കുന്നു തന്നെയാണ് നല്ലത് എന്ന് നമ്മൾ പറയുമ്പോഴും യഥാർത്ഥത്തിൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഉയർത്തുന്ന പ്രശ്നങ്ങളെ ചുരുക്കി കാണിക്കാൻ മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികൾ ഇത് ശ്രമിക്കുന്നുണ്ടോ? കാരണം കഴിഞ്ഞ ദിവസങ്ങളെ ഞാൻ ശ്രദ്ധിക്കുകയായിരുന്നു, പ്രതിപക്ഷ നേതാവിൻ്റെ ആണെങ്കിലും മറ്റു രാഷ്ട്രീയ നേതാക്കളുടെ ആണെങ്കിലും പ്രതികരണം ഒരൊറ്റ ആംഗിളിലേക്കാണ് പോകുന്നത്. MLA രാജിവെക്കാം. നോക്കൂ, ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിടുമ്പോൾ അതിൽ ഉയർത്തിയിരിക്കുന്ന നിരവധി പ്രശ്നങ്ങളുണ്ട്. നമ്മളുടെ നാട്ടിലെ അസംഘടിത തൊഴിലാളി വിഭാഗങ്ങളിൽ ഏറെ ഗ്ലാമർ ഉണ്ടെന്ന് നമ്മൾ കരുതിയിരുന്നൊരു വിഭാഗമാണ് സിനിമാ വ്യവസായം. പ്രേക്ഷകർക്കറിയാവുന്നതുപോലെ 95% ആളുകൾ അസംഘടിത മേഖലയിൽ ജോലി ചെയ്യുമ്പോൾ അതിനൊരു തുല്യ ശക്തിയായി നിൽക്കുന്ന സ്ത്രീ തൊഴിലാളികൾക്ക് വേണ്ടത്ര തൊഴിലവകാശമുണ്ടോ, തൊഴിലിടങ്ങളിൽ അവർക്ക് വേണ്ടത്ര തുല്യത കൽപ്പിക്കപ്പെടുന്നുണ്ടോ എന്നൊരു ചോദ്യമുണ്ട്. സർക്കാർ ഓഫീസുകളിൽ കൃത്യമായി നിങ്ങൾക്ക് തൊഴിൽ വിവേചനം ആ അർത്ഥത്തിൽ സമ്പത്തിൻ്റെ കാര്യത്തിൽ ഇല്ലാതെ വരുമ്പോൾ ബാക്കിയുള്ള തൊഴിലിടങ്ങളിൽ തൊഴിലവകാശം നിഷേധിക്കപ്പെടുന്നതിൻ്റെ ഏറ്റവും വലിയ ചിത്രമായിരുന്നു ഇത്. ഈ നിലയിലേക്ക് ചർച്ചകൾ പരുവപ്പെടാതിരിക്കുകയും പകരം അതൊരു MLA രാജിവെക്കുക എന്ന നിലയിലേക്ക് ചുരുങ്ങുകയും ചെയ്യുന്നുണ്ട്. അത് ഏതെങ്കിലും തരത്തിൽ മാധ്യമങ്ങൾ മാത്രം എടുക്കുന്ന നിലപാടല്ല, രാഷ്ട്രീയ പാർട്ടികൾ കൂടി ആ ചർച്ചയെ ചുരുക്കുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ വ്യവഹാരങ്ങളെയും ചർച്ചകളെയും സംവാദങ്ങളെയും എന്തുദ്ദേശത്തിലാണോ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് നിലവിൽ വന്നത് ആ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് ഘടകവിരുദ്ധമായി കൊണ്ടുപോകുന്നു എന്നൊരു സംശയം ഞാൻ പ്രകടിപ്പിക്കുകയാണ്. പലതരത്തിലാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് മുന്നോട്ട് വെച്ച സാധ്യതകളെ നമ്മൾ തടസ്സപ്പെടുത്താൻ ശ്രമിക്കുന്നത് എന്നാണ്. അതിലൊന്ന്, ഈ വലിയ ഗുരുതരമായ ആരോപണങ്ങളുള്ള ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിടാതിരിക്കുകയും അതിന്മേലുള്ള ചർച്ച 5 വർഷം വൈകിപ്പിക്കുകയും ചെയ്ത സർക്കാരിൻ്റെ നിലപാട്. ആ നിലപാടാണ് ആദ്യം ചോദ്യം ചെയ്യപ്പെടേണ്ടത്. മുകേഷ് MLA രാജിവെക്കുമോ രാജിവെക്കേണ്ടതില്ല എന്നുള്ളത് രണ്ടാമത്തെ സാധ്യത മാത്രമാണ്. എന്തുകൊണ്ടെന്നാൽ മുകേഷ് MLA ഒരു MLA മാത്രമാണ്, ഏതെങ്കിലും എക്സിക്യൂട്ടീവ് പദവി അദ്ദേഹം കൈവരിക്കുന്നില്ല. പക്ഷേ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ചലച്ചിത്ര നയരൂപീകരണ സമിതിയുടെ നക്കൽ ഉണ്ടാക്കാൻ സാംസ്കാരികാര്യ വകുപ്പ് മന്ത്രിയുടെ ഭാഷയിൽ പറഞ്ഞാൽ ഒരു കരട് കമ്മിറ്റി, ആ കരട് കമ്മിറ്റിയിലെ അംഗത്വം രാജിവെക്കണമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും എനിക്കില്ല. അതെന്തുകൊണ്ട് വൈകുന്നു എന്ന കാര്യത്തിൽ മാത്രമാണ് എനിക്ക് സംശയമുള്ളത്. MLA എന്ന നിലയിൽ അദ്ദേഹം രാജിവെക്കേണ്ടതുണ്ടോ എന്ന ചോദ്യം രണ്ടാമതാണ്. കാരണം അദ്ദേഹത്തിന് ഏതെങ്കിലും തരത്തിൽ സർക്കാരിൻ്റെ ഒരു പോളിസിയുടെ ഭാഗമായി ഒരു എക്സിക്യൂട്ടീവ് അധികാരം അദ്ദേഹത്തിനില്ല. അതുകൊണ്ട് തന്നെയാണ് നേരത്തെ സൂചിപ്പിച്ചപ്പോൾ മന്ത്രി പദവിയുള്ളവർ, മറ്റേതെങ്കിലും പദവികളിലുള്ളവർ, ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനത്തുള്ളവർ ഒക്കെ രാജിവെച്ചതിൻ്റെ കാരണം അവർ എക്സിക്യൂട്ടീവ് പദവി കൈകാര്യം ചെയ്തിരുന്നവരാണ് എന്നുള്ളത് കൊണ്ടാണ്. പക്ഷേ ഒരു മെമ്പർ എന്ന നിലയിൽ, ഒരു ലെജിസ്ലേറ്റീവ് അംഗം എന്ന നിലയിൽ അത് അദ്ദേഹം ലൈംഗികാരോപണം നേരിടുമ്പോൾ അത് അദ്ദേഹം തന്നെ നേരിടട്ടെ എന്ന നിലപാടാണ് പാർട്ടി എടുക്കുന്നത്. അതൊരു രാഷ്ട്രീയ ധാർമ്മികതയുടെ പ്രശ്നമാണ്, അത് ആ പാർട്ടി തീരുമാനിക്കട്ടെ എന്ന് തന്നെയാണ് എൻ്റെ നിലപാട്. പക്ഷേ അത് ഉയർത്തുന്ന എല്ലാ ചർച്ചകളും ഒരൊറ്റ ആളിലേക്ക് കേന്ദ്രീകരിക്കുമ്പോൾ യഥാർത്ഥത്തിൽ ഇവിടെ സംഭവിക്കാൻ പോകുന്നത് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് കാരണമായ ഒരു പ്രധാനപ്പെട്ട വ്യക്തിയായി മുകേഷ്, അതിലൊരാൾ മാത്രമാണ് മുകേഷ് എന്ന് ആലോചിക്കണം. മുകേഷ് ആ ആണധികാര രാഷ്ട്രീയത്തിൻ്റെ ഒരു പ്രതിനിധിയാണ്. തീർച്ചയായും ആ പ്രതിനിധിക്ക് രാഷ്ട്രീയ ഉത്തരവാദിത്വമുണ്ട്, അത് അദ്ദേഹമാണ് ചെയ്യേണ്ടത്. അത് ഇടതുപക്ഷത്തിൻ്റെ രാഷ്ട്രീയം എന്ന് പറയുന്നത് കിട്ടിയിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ, പൂർണ്ണമായും പൊളിച്ചെഴുതാൻ കിട്ടിയിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ കീഴ്വഴക്കങ്ങൾ മാറ്റിക്കൊണ്ടു വേണം വരാൻ. അങ്ങനെ കീഴ്വഴക്കം മാറ്റിക്കൊണ്ടാണല്ലോ രാജ്യത്താദ്യമായൊരു ചലച്ചിത്രത്തെ തൊഴിലവകാശ ലംഘനങ്ങളെക്കുറിച്ച് പഠിക്കാൻ ഒരു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നത്. അങ്ങനെ കീഴ്വഴക്കങ്ങൾ ലംഘിച്ചുകൊണ്ടാണല്ലോ ആ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ 3 വനിതകൾ അന്വേഷണം നടത്താൻ ഇറങ്ങിത്തിരിച്ചത്. അങ്ങനെ കീഴ്വഴക്കങ്ങൾ ലംഘിച്ചതുകൊണ്ടാണല്ലോ ചലച്ചിത്ര സംഘടനയിലെ മുഴുവൻ ആളുകളെയും അതിൽ ഉൾപ്പെടുത്താൻ ഒരു ശ്രമം നടത്തിയതും ആ റിപ്പോർട്ട് സമർപ്പിക്കുകയും ആ റിപ്പോർട്ട് സർക്കാർ അംഗീകരിക്കുകയും ചെയ്തത്. പക്ഷേ അവിടം വരെ കീഴ്വഴക്കങ്ങൾ ലംഘിച്ചു. പിന്നീട് കീഴ്വഴക്കത്തിൻ്റെ ഭാഗമായി അത് പുറത്തുവിടാതിരുന്നു, അതിന്മേൽ അടയിരിക്കുന്ന സാഹചര്യമുണ്ടായി. അപ്പോൾ കീഴ്വഴക്കങ്ങൾ ലംഘിച്ചുകൊണ്ട് രാജിവെക്കണോ വെക്കേണ്ടതില്ലേ എന്ന ചോദ്യം ആ പാർട്ടി എടുക്കണം. അത് ഇടതുപക്ഷത്തിൻ്റെ സ്വാഭാവികമായിട്ടുള്ള സംഭവമാണ്. പക്ഷേ എൻ്റെ ആശങ്ക എന്ന് പറയുന്നത് എല്ലാ ചർച്ചകളും പ്രതിഷേധങ്ങളും മുകേഷ് MLA രാജിയിലേക്ക് പോകുമ്പോൾ സ്വാഭാവികമായും സംഭവിക്കാൻ പോകുന്നത് ഇതിൽ ചലച്ചിത്ര പ്രവർത്തകർ മുന്നോട്ട് വെച്ചിരിക്കുന്ന ഒട്ടനവധി ആശങ്കകളുണ്ട്. ഉദാഹരണത്തിന് തൊഴിലിൻ്റെ കാര്യത്തിൽ, ശുചിമുറിയുടെ കാര്യത്തിൽ, തൊഴിലവകാശ ലംഘനങ്ങളുടെ കാര്യത്തിൽ, അവിടെ നോർമലൈസ് ചെയ്യപ്പെട്ട, അവിടെ കീഴ്വഴക്കം
തുടക്കമായി മാറിയ ആണധികാര പ്രയോഗങ്ങളുടെ കാര്യത്തിൽ, ലൈംഗിക ചൂഷണത്തിൻ്റെ കാര്യത്തിൽ, ഇത്തരം മേഖലകളിലൊക്കെ നിലനിൽക്കുന്ന പുഴുക്കുത്തുകളെ തിരിച്ചറിയാനും പകരം ഒരു ലിംഗനീതിയിൽ അധിഷ്ഠിതമായിട്ടിരിക്കുന്ന ഒരു സംവിധാനത്തെ, ഒരു നിയമനിർമ്മാണത്തെ, ഒരു ചട്ടനിർമ്മാണത്തിനുള്ള സാധ്യത അടയുകയാണോ എന്നൊരിക്കൽ സംശയമുണ്ട്. കാരണം എല്ലാ ചർച്ചകളും, തെരുവുകളിൽ നിങ്ങളിപ്പോൾ പോരാടുന്നത് ഒരു പാർട്ടിയിലെ ഒരു MLA-ക്കെതിരെ, ഭരണകക്ഷിയിലെ ഒരു MLA-ക്കെതിരെയുള്ള പോരാട്ടമായി അതിനെ ചുരുക്കിക്കാണുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിനും അപ്പുറത്തുള്ള വിഷയങ്ങളിലേക്ക് കാര്യങ്ങൾ മാറേണ്ടതുണ്ട് എന്ന് തന്നെയാണ് എൻ്റെ ഇപ്പോഴത്തെയും എൻ്റെ നിലപാട്. പാർട്ടി ഒപ്പമുണ്ടോ എന്ന ചോദ്യത്തിന് പാർട്ടി ഒപ്പമുണ്ട് എന്ന് തന്നെയാണ്. പക്ഷേ ഈ ചർച്ചകൾ ഏതെങ്കിലും തരത്തിൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് മുന്നോട്ട് വെച്ച വിഷയത്തെ പൂർണ്ണമായും അഡ്രസ് ചെയ്യുമെന്ന് ഞാൻ കരുതുന്നില്ല. മാത്രമല്ല, അതൊരു പരിധിവരെ അട്ടിമറിക്കാനുള്ള സാധ്യതയുമുണ്ട്. ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിച്ചവരുടെ ആരോപണങ്ങളെ ലഘൂകരിക്കുകയോ അതിനെ ദുർബലപ്പെടുത്തുകയോ ചെയ്യാൻ വേണ്ടി വ്യാജ ആരോപണങ്ങളുമായി ഒരു വിഭാഗം ആളുകൾ ഇറങ്ങുന്നു. അവരുടെ ഐഡൻറ്റിറ്റി തന്നെ വ്യാജമാവുന്നു. ഉദാഹരണത്തിന്, ഞാൻ നമ്മളുടെ ചർച്ചയിൽ നേരത്തെ കണ്ടതുപോലെ ഒരു പരാതിക്കാരി വന്ന് അവരുടെ ക്രെഡിബിലിറ്റി തന്നെ ഇല്ലാതെയാവുന്ന തരത്തിൽ വന്ന് നുണകൾ പറയുന്നു. ആ നുണകളെ പിന്നീട് നമ്മൾക്ക് തുറന്നു കാട്ടേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടാവുന്നു. അത്തരത്തിലുള്ള ആരോപണങ്ങളിലൂടെ അവർ തന്നെ പ്ലാൻ ചെയ്യുന്നവരാണോ എന്ന് നമുക്ക് സംശയിക്കാവുന്ന തരത്തിൽ, വേട്ടക്കാർ തന്നെ പ്ലാൻ ചെയ്യുന്ന ഒരുപക്ഷെ കപട ഇരകളായി നമ്മുടെ മുന്നിലെത്തുന്ന മനുഷ്യരുണ്ട്. ആ കപട ഇരകളെ നമ്മൾ മുന്നോട്ട് കൊണ്ടുവയ്ക്കുന്നതോടെ യഥാർത്ഥത്തിൽ അഡ്രസ്സ് ചെയ്യപ്പെടേണ്ട വിഷയത്തെ നമ്മൾ മറികടന്നു പോകുന്നു. അതൊരു വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതൊരു തന്ത്രമാണ്. അതൊരു ഗറില്ല, നമ്മൾ ഈ ചൂണ്ടയിട്ട് കൊടുക്കുകയാണ്, ആ ചൂണ്ടയുടെ പിന്നാലെ പോകുന്നു. അങ്ങനൊരു ചൂണ്ടയായി ഈ വിഷയം മാറരുത് എന്നതാണ് എൻ്റെ നിലപാട്. അതേസമയം ചലച്ചിത്ര അക്കാദമിയുടെ ചെയർമാൻ സ്ഥാനത്ത് രഞ്ജിത്ത് എങ്ങനെയാണോ മാറിയത്, അതേപോലെ ഈ കമ്മിറ്റിയുടെ അംഗത്വത്തിൽ നിന്നും മുകേഷ് ഒഴിയണം. അതൊരു അദ്ദേഹത്തിൻ്റെ ധാർമ്മികതയാണ്. രണ്ടാമത് എടുക്കേണ്ടത് പാർട്ടിയുടെ നിലപാടാണ്. കീഴ്വഴക്കങ്ങൾക്കും അപ്പുറത്തേക്ക് പാർട്ടിക്ക് അങ്ങനൊരു നിലപാടെടുക്കാൻ ആർജവമുണ്ടെങ്കിൽ തീർച്ചയായും അതിൻ്റെ രാഷ്ട്രീയ സാധ്യതകൾ പിന്നീട് ചർച്ച ചെയ്യപ്പെടേണ്ട ഒന്നാണ്. പക്ഷേ ധാർമ്മികതയുടെ മുന്നിൽ ഇതൊരു തുടക്കമാണ്. ഈ പാർട്ടി അത്തരത്തിൽ ആരോപണം നേരിട്ട ഒരാളെയും ഞങ്ങൾ സംരക്ഷിക്കില്ല എന്ന നിലപാടെടുക്കേണ്ടത് പാർട്ടിയാണ്. അത് എടുക്കുമോ ഇല്ലയോ എന്ന കാര്യത്തിൽ ഇനി വരും ദിവസങ്ങളിൽ അറിയാം. ഞാൻ മനസ്സിലാക്കുന്നത് കോടതിയുടെ നിലപാട് ഇക്കാര്യത്തിൽ അറിയാൻ സർക്കാർ കാത്തു നിൽക്കുന്നു, പ്രത്യേകിച്ച് പാർട്ടി കാത്തു നിൽക്കുന്നു എന്നാണ്. കാരണം വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ഒരു കുറ്റകൃത്യമാണ് ഈ ലൈംഗികാരോപണമായി വന്നിരിക്കുന്നത്. അതിന് തെളിവുകൾ കണ്ടെത്തുക ബുദ്ധിമുട്ടായിരിക്കും. മാത്രവുമല്ല, ഒരു ഹണി ട്രാപ്പിൻ്റെ സാധ്യത ഈ മുകേഷ് തുറന്നു വെച്ചിട്ടുണ്ട്. എന്തുകൊണ്ട് വൈകി എന്ന് നമ്മൾ ചോദിച്ച ചോദ്യമാണ്. പക്ഷേ അപ്പോഴും അതിൻ്റെ തെളിവുകളുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അത്തരത്തിൽ കോംപ്രമൈസ് ചെയ്യപ്പെട്ട ഒരാളുടെ പരാതിയിന്മേൽ MLA സ്ഥാനം രാജിവെക്കണോ എന്നൊരു ചോദ്യമുണ്ട്. ബാക്കിയുള്ള തെളിവുകളൊന്നും തന്നെ വന്നിട്ടില്ല. ബാക്കിയുള്ള കേസുകൾ ഇനി വരാനിരിക്കുന്നതേ ഉള്ളൂ. നമ്മൾ നേരത്തെ പറഞ്ഞ ഗാർഹിക പീഡന നിയമവും ഗാർഹിക പീഡന പരാതിയും ഇപ്പോൾ നിലവിൽ മുകേഷിൻ്റെ ആദ്യ ഭാര്യയ്ക്കില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ അങ്ങനെ വന്നാൽ എന്ത് കാര്യത്തിൻ്റെ പുറത്ത് രാജിവെക്കണം എന്നൊരു ചോദ്യം മുന്നിലേക്ക് വയ്ക്കാൻ പറ്റും. ഡോക്ടർ അരുൺ പറഞ്ഞ 2-3 കാര്യങ്ങളോട് ഞാൻ വിയോജിക്കുന്നുണ്ട്. അത് അടുത്ത ഘട്ടത്തിൽ പറഞ്ഞെങ്കിൽ അല്ല, ചർച്ച വിയോജിക്കണോ? വളരെ ചെറിയ കാര്യങ്ങളേ ഉള്ളൂ. ഒന്ന്, എന്തുകൊണ്ട് നമ്മൾ മുകേഷിലേക്ക് മാത്രം കേന്ദ്രീകരിക്കുന്നു പറയുന്നത് തെറ്റാണ്. നമ്മൾ അങ്ങനെയല്ല ചെയ്തിട്ടുള്ളത്. മുകേഷിന്റെ കാര്യത്തിൽ നമ്മൾ ചർച്ചയെക്കുറിച്ചല്ല പറഞ്ഞത്. അതുണ്ട്, അത് ചെയ്യണമല്ലോ. കാരണം വെച്ചാൽ ജനപ്രതിനിധി എന്ന നിലയ്ക്ക് സർക്കാർ എന്താണ് ഈ വിഷയത്തിൽ നൽകുന്ന മെസ്സേജ് എന്നുള്ള ഏറ്റവും പ്രധാനമാണല്ലോ. സർക്കാർ നൽകുന്ന മെസ്സേജ്, അവിടെ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഉള്ളപ്പോഴാണ് ഇതുമായി ബന്ധപ്പെട്ട ഒരു ഗുരുതരമായ ആരോപണം സിനിമാ മേഖലയിൽ നിന്നും ജനപ്രതിനിധിയായി എത്തിയിരിക്കുന്ന വ്യക്തിക്കെതിരെ വന്നിട്ടുള്ളത്. അപ്പോൾ സർക്കാർ എന്ത് മെസ്സേജാണ് നൽകുന്നത്? സർക്കാർ ചോദ്യം ചെയ്യപ്പെടേണ്ടേ? ഉറപ്പായിട്ടും ചോദ്യം ചെയ്യപ്പെടേണ്ടേ എന്നുള്ളതല്ല എൻ്റെ ചോദ്യം. ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് മുന്നോട്ട് വെച്ചിരിക്കുന്ന വിഷയങ്ങളിൽ ഇന്ന് എത്ര രാഷ്ട്രീയ നേതാക്കൾ ഈ വിഷയത്തിൽ അഭിപ്രായം പറഞ്ഞു? ഒറ്റ ചർച്ചയിലേ ഉണ്ടായിട്ടുള്ളൂ. അല്ല, ഹേമ കമ്മിറ്റി റിപ്പോർട്ട് നടപ്പാക്കണമെന്നും ഇതിലെ പവർ ഗ്രൂപ്പ് പുറത്തു വരണമെന്നൊക്കെ ചിലരെങ്കിലും പറയുന്നു. അങ്ങനെ ചുരുക്കി കളയരുത്. ഒന്നാമത്തെ കാര്യം വെച്ചാൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു കൊണ്ടുവരണമെന്ന് മാധ്യമങ്ങൾ തീരുമാനിക്കുകയും അതിന്റെ അടിസ്ഥാനത്തിൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വരികയും ചെയ്തു. അതാണ് ഒന്നാമത്തെ ആക്ട്. 2, അതുമായി ബന്ധപ്പെട്ട് വരേണ്ട റിയാക്ഷൻസ് വന്നിട്ടുണ്ട്. അതിപ്പോൾ കോടതിയുടെ പരിഗണനയിലാണ്. കോടതി അത് സീൽ വെച്ച കവറിൽ വാങ്ങിക്കുന്നു. അതിനുശേഷം കോടതി അക്കാര്യത്തിലൊരു നിലപാടെടുക്കും. ഒരു സംശയവും വേണ്ട, ഹേമ കമ്മിറ്റി അങ്ങനെ ഇനി ഉപേക്ഷിക്കാൻ കഴിയില്ല. ഹേമ കമ്മിറ്റിയിൽ കണ്ടെത്തിയിട്ടുള്ള കാര്യങ്ങൾക്ക് ആയി ബന്ധപ്പെട്ട് ഏത് സർക്കാരിനാണെങ്കിലും ഇനി നടപടികൾ എടുക്കേണ്ട ഒരു സാഹചര്യം പൊതുമണ്ഡലത്തിൽ രൂപപ്പെട്ട് വന്നിട്ടുണ്ട്. അതിനൊന്നും ആർക്കും തടയാൻ കഴിയില്ല. ഇനി രണ്ടാമത്തെ പ്രശ്നം, മുകേഷ് എന്ന് പറയുന്ന ജനപ്രതിനിധിയാണ്. ആ ജനപ്രതിനിധി ഒരു നിയമനിർമ്മാണ സഭയുടെ ഭാഗമാണ്. ആ നിയമനിർമ്മാണ സഭയുടെ ഭാഗമായിരിക്കുമ്പോൾ അയാളും ഒരു പവർഫുൾ ആയിട്ടുള്ള ആളാണ്. ആ പവറിൻ്റെ ഏത് പവർ ഗ്രൂപ്പിനെയും നമ്മൾ എതിർക്കുന്നത് പോലെ തന്നെ ഈ പവറിൻ്റെ ഭാഗമായി നിൽക്കുന്ന ഒരാൾക്കെതിരെ സ്വാഭാവികമായും അയാൾക്കെതിരായിട്ടൊരു പ്രതിരോധം ഉണ്ടാകും. അത് രാഷ്ട്രീയമായി ഉപയോഗിക്കും. അതൊക്കെ രാഷ്ട്രീയ പാർട്ടികളുടെ രാഷ്ട്രീയ
തന്ത്രമാണ്. പക്ഷേ മുകേഷിനെ ഇപ്പോൾ നമ്മൾ ചോദ്യം ചെയ്യുന്നത്, നമ്മൾ എന്തുകൊണ്ട് ചോദ്യം ചെയ്യുന്നു? മുകേഷിനെതിരായിട്ട് നേരത്തെ പിന്നെ അദ്ദേഹത്തിൻ്റെ ഭാര്യ ഗാർഹിക പീഡന ആ പരാതി ഉണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല, ആ പരാതി അവരിപ്പോൾ സ്റ്റിക്ക് ഓൺ ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല, മറിച്ച് അങ്ങനെ ഒരു ആരോപണം ഉണ്ടായിട്ടുണ്ട്. 2, ഒരു സിനിമാ പ്രവർത്തക തന്നെ മീറ്റു ആരോപണമായിട്ട് വന്നിട്ടുണ്ട്. 3ാമത് ഇപ്പോൾ ഒരാൾ വന്നിരിക്കുന്നു. അതിൻ്റെ ഹണി ട്രാപ്പാണോ അല്ലെങ്കിൽ അത് അവരുടെ കാര്യം, അവർ പറയുന്ന ആരോപണങ്ങളിൽ എത്രത്തോളം വസ്തുതയുണ്ടെന്നുള്ളത് പോലീസ് അന്വേഷിച്ച് കണ്ടുപിടിക്കട്ടെ. പക്ഷേ അദ്ദേഹത്തിൻ്റെതായിട്ട് അലിഗേഷൻസ് ഉണ്ടായിരിക്കുമ്പോൾ തന്നെ അദ്ദേഹം ജനപ്രതിനിധിയായിട്ട് ഒരു പിന്നെ ഭരണകക്ഷിയുടെ പിന്നെ ആളായിട്ട് കൂടി ഇരിക്കുന്നു. സോ നാച്ചുറലി ഹി വിൽ ബി ക്വസ്റ്റ്യൻഡ്. അതൊക്കെ ഇതിൻ്റെ ഭാഗം തന്നെയാണ്. ഞാൻ വെച്ചാൽ ഈ ഹേമ കമ്മിറ്റിയെ റദ്ദാക്കി കളയുന്നതിൻ്റെ ഭാഗമായി നടക്കുന്ന ചർച്ചകളേ അല്ല ഇതൊന്നും. സിദ്ദിഖിൻ്റെ പിന്നെ എതിരായിട്ട് പരാതി വരുമ്പോൾ സിദ്ദിഖ് ഒരു ഓർഗനൈസേഷൻ്റെ, അമ്മ എന്ന് പറയുന്ന ഓർഗനൈസേഷൻ ജനറൽ സെക്രട്ടറി സ്ഥാനത്തിരിക്കുകയാണ്. രഞ്ജിത്ത് ചലച്ചിത്ര അക്കാദമിയുടെ അധ്യക്ഷനായിട്ടിരിക്കുകയാണ്. ഈ കാര്യങ്ങളെല്ലാം ഇതിൻ്റെ ഭാഗമായി വരുന്നതാണ്. എനിക്ക് ഒരു സംശയവുമില്ല, ഹേമ കമ്മിറ്റി കണ്ടെത്തിയ കാര്യങ്ങളും അവർ മുന്നോട്ട് വച്ചിരിക്കുന്ന നിർദ്ദേശങ്ങളും നടപ്പാക്കാൻ ഇനി സർക്കാർ ബാധ്യസ്ഥമാകും. അതിന് കോടതിയുടെ മേൽനോട്ടത്തിലാണ് സംഭവിക്കുക. കോടതി എടുക്കുന്ന നിലപാടായിരിക്കും ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ടത്. അതുകൊണ്ട് ഏത് തരത്തിലുള്ള ചർച്ചകളും രാഷ്ട്രീയവാദ പ്രതിവാദങ്ങളും ഹേമ കമ്മിറ്റിയുടെ കണ്ടന്റിനെയോ അതിൻ്റെ മുന്നോട്ടുള്ള പോക്കിനെയോ ബാധിക്കുമെന്ന് ഞാൻ കരുതുന്നേയില്ല. അല്ല, ഇത് ഒരു പോയിന്റ് കൂടി പറഞ്ഞു പോകാം. ഈ എക്സിക്യൂട്ടീവ് പദവി രാജിവെക്കുന്നത് പോലെയല്ല നിയമസഭയിലെ അംഗത്വം രാജിവെക്കുന്നത്. നാളെ നമ്മൾ എത്ര ലഘൂകരിച്ച് പറഞ്ഞു, ഈ പറഞ്ഞിരിക്കുന്നത് ഒരു ഹണി ട്രാപ്പ് അല്ലെന്ന് തെളിഞ്ഞാൽ ഇയാൾക്ക് തിരിച്ച സ്ഥാനത്തേക്ക് വരാൻ പറ്റും. ഒന്നാമത് ഈ ഹണി ട്രാപ്പ് എന്നുള്ള പ്രയോഗം ഞാൻ പിൻവലിക്കുന്നു. തീർച്ചയായിട്ടും അങ്ങനെയല്ല. ഈ ഇത്തരത്തിൽ ബ്ലാക്ക് മെയിലിംഗ്, ആ ബ്ലാക്ക് മെയിലിംഗ് നടത്തിയതാണെന്ന് കണ്ടെത്തിയാൽ ബ്ലാക്ക് മെയിലിംഗ് ആണെങ്കിൽ തന്നെ ശരി അല്ലെ, ബ്ലാക്ക് മെയിലിംഗ് ആണെങ്കിൽ തന്നെ എങ്ങനെയാണ് ഈ ബ്ലാക്ക് മെയിലിംഗ് സംഭവിക്കുന്നത്? ആ സംസർഗം എന്നുള്ള പ്രശ്നമുണ്ടല്ലോ. എങ്ങനെയാണ് ബ്ലാക്ക് മെയിൽ ചെയ്യുക? പിന്നെ ഈ മുൻ ഭാര്യയുടെ പരാതി ഇല്ല എന്ന് പറയുന്നുണ്ടല്ലോ. അവർ പിന്നെയും പ്രതികരിക്കുന്നുണ്ട്. അവർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, മുകേഷിന്റെ അച്ഛന് കൊടുത്തൊരു വാക്കാണ്, എൻ്റെ മകനുമായി ബന്ധപ്പെട്ട കേസിന് പോകരുത് എന്നൊരു അഭ്യർത്ഥന അച്ഛൻ വച്ചിരുന്നു എന്നൊരു വാദം കേൾക്കുന്നുണ്ട്. ഒരുപക്ഷെ അതായിരിക്കാം കേസിന് പോകരുത്. ഇതൊന്നുമല്ലെന്നേ, നമ്മുടെ പൊതുമണ്ഡലത്തിൽ ആ പ്രതികരണങ്ങൾ ഉണ്ടല്ലോ. ഈ പൊതുമണ്ഡലത്തിലെ പ്രതികരണങ്ങൾ പലതും ശരിയാണോ തെറ്റാണോ എന്നുള്ളത് നമുക്കറിയാവുന്ന കാര്യങ്ങളാണ്. അത് പിരിഞ്ഞിട്ടുണ്ടല്ലോ. നമുക്ക് ഈ പേഴ്സണൽ കാര്യത്തിലേക്ക് കടക്കേണ്ടതില്ല. എക്സിക്യൂട്ടീവ് പദവി രാജിവെക്കുന്നത് പോലെ ലളിതമായി ഒരു MLA സ്ഥാനം രാജിവെച്ച് ധാർമ്മികത തെളിയിക്കണമെന്ന് ശരിയാണോ എന്നാണ്. 1, 2, 3 അല്ല പരാതികൾ. മാത്രമല്ല സിനിമാ മേഖലയുമായി നമ്മൾ ബന്ധപ്പെട്ട് കേൾക്കുന്ന പല കാര്യങ്ങളും, ഉപയോഗിച്ച വാക്കുകളും ഇതൊക്കെ പ്രയോഗങ്ങളും ഒക്കെ നമ്മുടെ മുന്നിലുണ്ട്. ചർച്ച ചെയ്തതുപോലെ മന്ത്രിസ്ഥാനം രാജിവെക്കുന്നത് പോലെ MLA സ്ഥാനം രാജിവെക്കാത്തതിന്റെ കാരണം എന്ന് പറയുന്നത്, കോടതിയിൽ തിരിച്ചാണ് വിധി ഉണ്ടാവുന്നതെങ്കിൽ ഈ MLA നഷ്ടപ്പെട്ടു പോയ സ്ഥാനം തിരിച്ച് നിങ്ങൾക്ക് എടുക്കാൻ കഴിയില്ല. പിന്നെ നിങ്ങൾക്കൊരു ഒരു തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കണം. അല്ല അരുണ, അതിനകത്ത് ശരിയാണ് വെച്ചാൽ ഈ രാഷ്ട്രീയ ധാർമ്മികതയുടെ പ്രശ്നമാണ്. ഞാൻ രാഷ്ട്രീയ ധാർമ്മികതയുടെ പ്രശ്നമാണ്, ഇടതുപക്ഷ ധാർമ്മികതയുടെയും പ്രശ്നമാണ്. അപ്പോൾ അതിനകത്ത് ഇപ്പം നിങ്ങൾ രാജിവെക്കണോ വേണ്ടയോ എന്നൊക്കെ ഉള്ളത് നിങ്ങൾ തീരുമാനിച്ചോളൂ, ഒരു പ്രശ്നവും ഇല്ല അതിനകത്ത്. പക്ഷേ നിങ്ങളെക്കുറിച്ച് പൊതുജനം രൂപീകരിക്കുന്ന ഒരു അഭിപ്രായവുമായി ബന്ധപ്പെട്ടാണ് ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ നിലനിൽപ്പെന്ന് പറയുന്നത്. ഇപ്പം സോളാറുമായി ബന്ധപ്പെട്ട് എത്ര അലിഗേഷൻസ് ഉണ്ടായിരുന്നു? MLA-മാർക്കെതിരായിട്ട്, ഒരു മന്ത്രിക്കെതിരായിട്ടുണ്ടായിരുന്നല്ലോ. ഇപ്പോൾ അനിൽകുമാറിനെതിരായിട്ടുണ്ടായിരുന്നു, രാജിവെച്ചിട്ടില്ല. ഒരു MLA-യും രാജിവെച്ചിട്ടില്ല. പക്ഷേ ഒരു സർക്കാർ അങ്ങ് പോയി, ഒരു സർക്കാർ ഇല്ലാതായി. അപ്പം നിങ്ങൾ അതേസമയം അതുമായി ബന്ധപ്പെട്ട് ഉമ്മൻചാണ്ടി നേരിട്ട ആരോപണങ്ങൾ എത്ര അപ്രൂവലായിരുന്നു. എന്നിട്ട് ഇപ്പം നമ്മൾ അതേക്കുറിച്ച് എന്താ പറയുന്നത്, ഇപ്പം നമുക്കൊരു ദുഃഖവും ഖേദവും ഒക്കെ ഉണ്ട്. പക്ഷേ ഈ പറയുന്ന ഈ രീതിയിലുള്ള ആരോപണങ്ങൾ വരുമ്പോൾ ആ ആരോപണങ്ങളെ ധാർമ്മികതയുടെ അടിസ്ഥാനത്തിൽ നേരിടാൻ ഇറങ്ങിയിട്ടുള്ള ആളുകളെയൊക്കെ തന്നെയും ജനങ്ങൾ പിൽക്കാലത്ത് അംഗീകരിച്ചിട്ടുണ്ട് എന്നുള്ളൊരു യാഥാർത്ഥ്യമുണ്ട്. ആ ചങ്കൂറ്റം കാണിക്കാനുള്ള ധാർമ്മികത ഉണ്ടോ ഇല്ലോ എന്നുള്ള മാത്രമേ ചോദ്യമുള്ളൂ. ഇനിയിപ്പം മുകേഷ് രാജിവെക്കണോ, മുകേഷ് രാജിവെക്കണ്ടോ എന്നൊക്കെ ഉള്ളത് മുകേഷ് പ്രതിദാനം ചെയ്യുന്ന രാഷ്ട്രീയ പാർട്ടിയുടെയും ധാർമ്മികതയ്ക്ക് വിട്ടുകൊടുക്കുന്നു. പ്രശ്നം മുകേഷിലേക്ക് ഈ കാര്യങ്ങളൊന്നും ചുരുങ്ങുന്നില്ല. Meet the editors.